മോഹൻലാൽ ഒരു നന്ദിയില്ലാത്ത നടനാണെന്നും ഒരുപാട് തവണ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നും പക്ഷേ ഇപ്പോൾ അതൊക്കെ മറന്നുപോയെന്നും കണ്ടാൽ പോലും മുഖം തരാതെ ഓടിപ്പോകുമെന്നും പറയുകയാണ് നടി ശാന്തി വില്യംസ്. മലയാളത്തിലും തമിഴിലുമൊക്കെ സുപരിചിതയായ ശാന്തി മലയാളത്തിലെ പ്രശസ്ത ഛായാഗ്രാഹകനായ ജെ വില്യംസിനെയാണ് വിവാഹം ചെയ്തത്. ഇവർക്ക് 4 മക്കളുമുണ്ട്. സംവിധായകനായും നിർമ്മാതാവുമായും ഒക്കെ മലയാളത്തിൽ തിളങ്ങിയ വില്യംസ് സ്ഫടികം, ഇൻസ്പെക്ടർ ബൽറാം തുടങ്ങിയ നിരവധി ചിത്രങ്ങൾക്ക് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒപ്പം മോഹൻലാലിനെ വെച്ച് ഹെലോ മദ്രാസ് ഗേൾ, ജീവന്റെ ജീവൻ തുടങ്ങി 4ഓളം ചിത്രങ്ങൾ വില്യംസ് സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ വില്യംസ് മരിച്ചപ്പോൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നും നന്ദിയില്ലാത്ത നടനാണെന്നും ശാന്തി വില്യംസ് ചൂണ്ടിക്കാണിക്കുന്നു. മോഹൻലാലിന് കുറെ തവണ താൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ നന്ദി പോലും മോഹൻലാൽ കാണിച്ചില്ല എന്നും ശാന്തി വില്യംസ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. മോഹൻലാലിന് ഒത്തിരി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് നന്ദിയില്ല. തെറ്റൊന്നും വിചാരിക്കരുത്, വില്യംസ് മികച്ച ക്യാമറാമാൻ തന്നെയായിരുന്നു. ഇന്ന് ക്രെയിനൊക്കെ ഉണ്ട്, എന്നാൽ ക്രെയിൻ ഇല്ലാത്ത കാലത്ത് വില്യംസ് വലിഞ്ഞു കയറി ക്യാമറ എടുത്തതുപോലെ ഇന്ന് ആരും ചെയ്യില്ല എന്നും ആ വിഷയത്തിൽ വില്യംസിന് താനൊരു കുറ്റവും പറയില്ല എന്നും പക്ഷെ പെട്ടെന്ന് ദേഷ്യം വരുമെന്നതായിരുന്നു പ്രശ്നമെന്നും ശാന്തി പറയുന്നുണ്ട്. മോഹൻലാലിന്റെ 2ാമത്തെ ചിത്രം ഹെലോ മദ്രാസ് ഗേൾ തങ്ങളുടെ സിനിമയായിരുന്നു. ആദ്യത്തെ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളായിരുന്നു. 2ാമത്തെ ചിത്രത്തിലും വില്ലനായിരുന്നു മോഹൻലാൽ. പൂർണിമ, ഭാഗ്യരാജും ഉർവശിയുമെല്ലാം ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെയാണ് മോഹൻലാലിനെ ഹലോ മദ്രാസ് ഗേളിലേക്ക് കാസ്റ്റ് ചെയ്യുന്നതെന്നാണ് ശാന്തി പറയുന്നത്. മോഹൻലാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരെ അമ്മയുടെ അടുത്ത് അടുക്കളയിലേക്കാണ് പോവുകയെന്നും എന്നിട്ട് മീൻകറി ഉണ്ടോ എന്ന് ചോദിക്കുമെന്നും അമ്മ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമെന്നും അത് മോഹൻലാൽ കഴിക്കുമെന്നും ശാന്തി പറയുന്നു. വീടിനടുത്ത് അന്നൊരു മലയാള ചിത്രം ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഭക്ഷണത്തിന് കാരിയർ എടുത്തു വന്ന് വീട്ടിൽ നിന്നും ഫുഡ് എടുത്തുകൊണ്ട് പോയ ആളാണ് മോഹൻലാൽ എന്നും ശാന്തി വില്യംസ് ഓർമ്മിക്കുന്നുണ്ട്. പക്ഷേ ആ മോഹൻലാൽ ഭർത്താവ് വില്യംസ് മരിച്ചപ്പോൾ വന്നില്ല. അതുകൊണ്ട് മോഹൻലാലിനെ തനിക്ക് ഇഷ്ടമല്ല എന്നും വില്യംസിന് എപ്പോഴും ലാൽ ലാൽ എന്നല്ലാതെ ഒരു പേരും വായിൽ വരില്ലായിരുന്നുവെന്നും 4 സിനിമകളായിരുന്നു മോഹൻലാലിനെ വെച്ച് ചെയ്തതെന്നും ശാന്തി പറയുന്നു. പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന സമയത്തും വില്യംസ് കാശ് കൊടുക്കുന്നതിന് വേണ്ടി സ്വർണങ്ങളെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് മോഹൻലാലിന് 60,000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കാൻ പോലും കഴിയാത്തതാനത് കൊണ്ടുപോയി കൊടുത്തു എന്നും അന്ന് തന്നെ കണ്ടിട്ട് ഈ അവസ്ഥയിൽ എങ്ങനെയാണ് നടന്നതെന്ന് മോഹൻലാൽ ചോദിച്ചിട്ടുണ്ടെന്നും എന്നാൽ പിന്നീട് എയർപോർട്ടിൽ തന്നെ കണ്ടിട്ട് മുഖം പോലും തരാതെ ഓടിപ്പോയി എന്നും ശാന്തി വില്യംസ് ആരോപിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരു കാലത്തും മര്യാദ ഉണ്ടായിരുന്നില്ല എന്നും ശാന്തി വില്യംസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേസമയം ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും മലയാളികൾക്കും സുപരിചിതയായ നടിയാണ് ശാന്തി വില്യംസ്. 12ാം വയസ്സിൽ ബാലതാരമായി എത്തിയ ശാന്തി വില്യംസ് 1970-ൽ വിയറ്റ്നാം വീട് എന്ന ചിത്രത്തിലാണ് ആദ്യമായി അഭിനയിച്ചത്. തമിഴ് സിനിമകളിലായിരുന്നു ശാന്തി കൂടുതലും അഭിനയിച്ചത്. ഫ്രണ്ട്സ്, ഡും ഡും ഡും, പൂവല്ല മുൻവാസം, സ്നേഹിതിയെ തുടങ്ങി നിരവധി സിനിമകളിൽ ശാന്തി അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ പളുങ്ക്, രാക്കിളിപ്പാട്ട്, യെസ് യുവർ ഓണർ തുടങ്ങിയ ചിത്രങ്ങളിലും ശാന്തി അഭിനയിച്ചു. കോയമ്പത്തൂരിലൊരു മലയാളി കുടുംബത്തിലായിരുന്നു ശാന്തിയുടെ ജനനം. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.